പിന്നീട് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വറ്റി വരണ്ട മിഴികൾ ചുട്ടുകത്തി. സുഖനിദ്രയിലാണ്ട മാരിവേലനെ അവൾ വാത്സല്യപൂർവ്വം തലോടി. അമ്മയും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേരം വെളുക്കുന്നത് അവൾ അറിഞ്ഞു. നിദ്ര കൺപോളകളെ തഴുകി തലോടി. മാരിവേലിൻ്റെ ഉണർച്ചയിൽ ആവണിയുടെ നിദ്ര അഗാധതയിലേക്ക് കൂപ്പുകുത്തി. അന്ന് ദാമോദരൻ ചേട്ടൻ്റെ കടയിലേക്ക് പോകാൻ അല്പം താമസിച്ചു. അതിനവൾ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി. "ഞാൻ ഇങ്ങ വരാൻ കൊഞ്ചം നേരമായിരിച്ചു. എന്നെ കൊഞ്ചം മன்னிച്ചിടുങ്കേ." "അത് സാരമില്ല." ദാമോദരൻ ചേട്ടന് ആവണിയുടെ അസൗകര്യങ്ങൾ മനസ്സിലാകും. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആവണി ചെമ്പുകളിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. തിരികെ പോരുമ്പോൾ ദാമോദരൻ ചേട്ടൻ കഴിക്കാൻ കൊടുത്ത ഭക്ഷണം അവൾ പൊതിഞ്ഞു കിട്ടി. "എന്നാ പറ്റി? നിന്റെ കണ്ണും മുഖവും വാടിയിരിക്കുന്നല്ലോ. അമ്മയ്ക്കെന്തെങ്കിലും വയ്യാഴിക പ്രത്യേകിച്ചുണ്ടോ?" അയാൾ സംശയത്തോടെ ചോദിച്ചു. "ഇല്ലേ, ഒന്നുമേ ഇല്ലേ." അയാൾ അവൾ പൊതിഞ്ഞെടുത്ത ഭക്ഷണത്തിലേക്ക് അല്പം കൂടി ഭക്ഷണം ഇട്ടുകൊടുത്തു. അത് പോതും." ആവണി ഇനി വേണ്ട എന്ന അർത്ഥത്തിൽ ശിരസ് വെട്ടിച്ചു.